പാട്ടുകാപ്പിക്കട. അതെ അതെ, ഒരു പാട്ട് ചോദിച്ചാൽ ഒരു കാപ്പി കിട്ടും. ഞാനത് വഴി പോയിരുന്നു. അപ്പൊ ഞാനൊരു സെൽഫി ഒക്കെ എടുത്തു അവരെ വെച്ച്. ഇപ്പൊ കാണിച്ചു കേട്ടോ. അത് മിസ്സായി. സാറിന്റെ അടുത്ത പടം ഏതാ? ഒന്നും ആയിട്ടില്ല, എന്നെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പിന്നാലേക്ക് വരുന്നുണ്ട്. അതെന്തൊരു വർക്കൊക്കെ ആണല്ലോ. എന്താ നമ്മുടെ പേര്? ഇമ്മാനുവൽ. ഇവിടെ എവിടെയായിട്ട് വരും വീട്? ഞാറക്കൽ. ഒരു പാട്ട് കാപ്പി കടേനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു പാട്ട് ചോദിച്ചാ കാപ്പി കിട്ടണത്. ഓ, സൗണ്ട് കാപ്പി. അവര് ഭയങ്കര ടീംസ് ആയിരുന്നില്ലേ, ജവർ സൗണ്ട്സ്. ചേട്ടൻ അവിടെ പോയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഓ, അവിടത്തെ കാപ്പിക്ക് ഭയങ്കര കടുപ്പാ. പ്രസംഗം കോളാമ്പിയുടെ നാവിന്ന് ജനങ്ങൾ കേട്ടൊരു പാട്ടാണ്, വീര്യമുള്ളൊരു പാട്ടാണ്. ഹോയ് 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 ഓ ഹോയ് ഹോയ് ഹോയ്. നമസ്കാരം. അല്ല വർഗീസേ, എന്നും ഒരു പാട്ട് തന്നെ കേൾക്കുന്നതെങ്കിൽ അതിങ്ങനെ എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഓ, എന്നാലല്ലേ കാപ്പി കിട്ടും. ആ, അത് ശരി. സരിത, ജേർണലിസ്റ്റാ. നീ കാറിൽ നിന്ന് ചാടി ഇറങ്ങിന്ന് കേട്ടല്ലോ. ഒറ്റാണല്ലോ അല്ലേ? എന്തോ ഈ തെരുവിൽ നടന്നാണ് പോണ്ടതെന്ന് എനിക്ക് തോന്നി. നീ നടന്നോ, പക്ഷേ അവിടെ നിന്നെ കാത്തു പിന്നാലെ ഓഫീസിൽ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. കേറി വണ്ടിയിൽ. എത്ര കാലായി കണ്ടിട്ട്. ഈ ക്യൂറേറ്റർ എന്താ ഈ നടുറോട്ടില്? എടി, ഞാനൊക്കെ നിന്നെ പോലെ ഇംഗ്ലണ്ടിൽ കുളിച്ചും പാരീസിൽ ഉറങ്ങി വെനീസിൽ ഉണരുന്ന കക്ഷിയൊന്നുമല്ല. നീയൊക്കെ അല്ലേ റിയൽ ആർട്ടിസ്റ്റ്. നമ്മളൊക്കെ വെറും ഗട്ടർവാലകൾ. അതെ, ഗട്ടർവാല. എന്ത് തെരുവിലാണെങ്കിലും മേലാകാശം, നക്ഷത്രങ്ങൾ, കോടാനുകോടി ആത്മാക്കൾ. ഓ, എന്റെ ചാർജ് ആരാ? നിന്നെ മേയ്ക്കാൻ എനിക്കല്ലേ പറ്റുള്ളൂ. അജയ, ഞാൻ പറഞ്ഞ അക്കോമഡേഷൻ കിട്ടിയോ? നിന്നെ പേടിച്ച് ഞാൻ അതും ചെയ്തിട്ടുണ്ട്.
Hey, why do you want to stay in a Jewish home? നിനക്ക് ചാരപ്പടി വല്ലതും ഉണ്ടോ? Are you a spy? Yes, I am a spy of human emotions. എടി സമയം കളയാതെ കയറി. നിക്ക്. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? Super. ആ അല്ല എന്താ അദ്ദേഹത്തിൻ്റെ വിചാരം? ഒരു കത്ത് വന്നു കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് വായിക്കുക, എന്നിട്ട് അതിന് മറുപടി അയക്കുക, അല്ലെങ്കിൽ ബാങ്കിലേക്കൊന്ന് വരിക. എത്ര നാളായി കണ്ടിട്ട്. എപ്പോഴും ഓർക്കും ചേച്ചി, ഇവിടെ എവിടെ ആ സമയം. ബാങ്കിൽ ഇപ്പൊ പഴയ പോലെയല്ല, വൈകിട്ടേട്ടന് പാട്ട് പഠിക്കലും ഉണ്ട്. എഴുത്തും വായനയൊക്കെ അറിയാം അല്ലേ? അപ്പം എഴുത്തും വായനയൊക്കെ അറിയാം അല്ലേ? ഇതും പത്രം മൊത്തം ഒന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ആ വീട്ടിൽ വന്ന് ബാങ്കിൽ നിന്ന് വന്നിരിക്കുന്ന കത്തില്ലേ, അതും കൂടെ തുറന്നൊന്ന് വായിക്കണം കേട്ടോ. അല്ല പിന്നെ പറയാനുള്ളത് പറയണ്ടേ? ജപ്തി നോട്ടീസ് വരുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വരുമല്ലോ. വന്നേക്ക് കേട്ടോ. മൃദംഗ വിദ്വാൻ പാലക്കാട് മണിയയ്യരുടെ കുടുംബത്തിന് 5 കോടി നഷ്ടപരിഹാരം. കേസ് ജയിച്ചു അല്ലേ? ജയിച്ചു. അല്ലാതെ അദ്ദേഹത്തിന്റെ സംഗീതം വിറ്റ് കാശാക്കാൻ മ്യൂസിക് കമ്പനിക്ക് അവകാശമില്ലല്ലോ. അതിനുള്ള അവകാശം ആർക്കാ? അദ്ദേഹത്തിന്റെ കുടുംബത്തിന്. അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് ഞാൻ വാദിച്ചു. അതാര് കൊടുക്കും? മ്യൂസിക് കമ്പനി കൊടുക്കാന്ന് സമ്മതിച്ചല്ലോ. അപ്പൊ ഇന്നത്തെ സമർപ്പണം പാലക്കാട് മണിയയ്യർ. ആഹാ. അച്ഛൻ ഒരു ജൂത സംഗീതം കേൾക്കുന്നുണ്ടോ? വട്ടിനൊരു കുറവില്ലല്ലേ? പോടോ അച്ഛൻ. സാറ കോഹന്റെ വീട്, ഫോർട്ട് കൊച്ചിയിലെ യൂതന്മാരിലെ അവസാന കണ്ണി. ഹായ് ആന്റി. ഹലോ. ആന്റിയുടെ ഫാമിലിയിൽപ്പെട്ട സോളമന്റെ ഫ്രണ്ടാണിത്. അല്ല, ഇന്ന് ഷബ്ബാത്താണ്. സോ അന്ന് ഷീ ഈസ് നോട്ട് സപ്പോസ് ടു മീറ്റ് എനിബഡി ഓർ സംതിങ്. ഷബ്ബാത്ത്. വീടിന്റെ കീയാണ്. തൊപ്പിയില്ലേ? Solomon Haligua, guess where I am? നിന്റെ ആൻസിസ്ട്രൽ വീട്ടില് നീ പെറ്റ് വീണ ബെഡിലാണ് ഞാൻ ഇരിക്കണം. See? Really? Oh, watch. Here is Sarah Cohen, your grandmother. And this is Rabbi Solomon Haligua, your great-grandfather. And Rebecca, നിന്റെ അമ്മ. This is your whole family, your sisters, and there you are. So cute. ഒരു രസത്തിന് വേണ്ടി നിന്റെ റൂട്ട്സ് തപ്പി വന്നതാ. പക്ഷെ ഐ ഡോണ്ട് നോ, ഈ റൂമിൽ മുഴുവനും നിന്റെ മണം. എനിക്ക് ശ്വാസം മുട്ടുന്നു. ഐ ഫീൽ ചോക്ഡ് ഹിയർ. നിന്നെ എനിക്ക് ജൂത പേരിട്ട് വിളിക്കാൻ തോന്നുന്നു. ആവിവ.
ആവിവ